ഡബിൾ ക്ലെൻസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഡെയിലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ പോലും നമ്മൾ ഡബിൾ ക്ലെൻസിങ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്ത സൺസ്ക്രീൻ പോലും നമ്മുടെ ഫേസിൽ നിന്ന് കംപ്ലീറ്റ്ലി പോകും. സോ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഡബിൾ ക്ലെൻസിങ് ചെയ്യുക എന്ന് അറിയാത്ത ആൾക്കാർക്ക് ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഫസ്റ്റ്. സോ ബേസിക്കലി നമ്മൾ ആദ്യം ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ അതല്ലെങ്കിൽ ഒരു മൈസല വാട്ടർ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മേക്കപ്പ് അതല്ലെങ്കിൽ നമ്മുടെ സൺസ്ക്രീനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നോർമലി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമ്മൾ നമ്മുടെ ഫേസ് രണ്ടാമതൊന്നും കൂടി വാഷ് ചെയ്യണം. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മലബാർ മിങ്കിൾ. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഇന്റർനെറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു കൊറിയൻ ബ്രാൻഡിന്റെ ഓയിൽ ക്ലെൻസറിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ദ അനുവാസ് ഹാർട്ട്ലി പോർ കൺട്രോൾ ക്ലെൻസിങ് ഓയിൽ. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 to 3 weeks അത്രേ ആയിട്ടുള്ളൂ. ക്ലിയർലി ഇത് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഐ തിങ്ക് ഐ എം ഇൻ എ ഗുഡ് പ്ലേസ് ടു ആക്ച്വലി ഗിവ് യു മൈ honest review on this product. So ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലവ് ദ മിനിമൽ പാക്കേജിങ് ദാറ്റ് ഇറ്റ് ഹാസ്. പിന്നെ ഇറ്റ് ഓൾസോ കംസ് ഇൻ വിത്ത് എ പമ്പ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തൊരു ബാം ക്ലെൻസർ ആയിരുന്നു. സോ ഒബ്വിയസ്ലി അതിന് പമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഫൈൻഡ് ദിസ് സോ മച്ച് കൺവീനിയൻറ്റ് ടു യൂസ്. ഇനി ഇതിൻ്റെ ഫോമുലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു ഓയിൽ ക്ലെൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്സ്ചർ ഇസ് ഓൾസോ എ ലിറ്റിൽ ഓയിലി. പക്ഷെ നമ്മൾ എക്സാക്ട്ലി നമ്മൾ ഓയിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ അല്ല. ഇറ്റ്സ് ലൈക്ക് നമ്മൾ വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഓയിൽ എങ്ങനെ ഉണ്ടാവുക, ആ ഒരു കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഇറ്റ് ഹാസ് എ വെരി വാട്ടറി സോർട്ട് ഓഫ് ടെക്സ്ചർ ടു ഇറ്റ് ആൻഡ് ഇറ്റ്സ് സൂപ്പർ ലൈറ്റ് വെയ്റ്റ്. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പം ഇറ്റ് മെൽറ്റ്സ് ഡൗൺ യുവർ മേക്കപ്പ് വെരി ഈസിലി. നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാറാസ് യൂസ് ചെയ്താൽ പോലും അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് സ്കിന്നിൽ ഒട്ടും ഹാർഷ് അല്ല. ലൈക്ക് സ്പെഷ്യലി ചില ഓയിൽ ക്ലെൻസേഴ്സ് നമ്മുടെ ഐ ഏരിയ ഉണ്ടല്ലോ വല്ലാണ്ട് സ്റ്റിങ് ചെയ്യും. ഇതൊന്നുമില്ല. ഐ ഹാവ് ട്രൈഡ് വൺ ബിഫോർ ആൻഡ് അതെൻ്റെ കണ്ണിൻ്റെ ആ ഒരു ഏരിയയിലുള്ള മസ്കാര റിമൂവ് ചെയ്യുമ്പം എൻ്റെ കണ്ണ് നല്ലോണം എരിഞ്ഞൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ബട്ട് ദിസ് ഡസ് നോട്ട് ഡു ദാറ്റ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് യെസ്, ഇറ്റ് ഡസ് നോട്ട് ഡു ദാറ്റ്. ഇറ്റ് ഈസ് സോ ജെന്റിൽ ഓൺ ദ സ്കിൻ. ഇനി ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഓൺലി നീഡ് എ പമ്പ്. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇനി എങ്ങാനും നിങ്ങൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗോ അപ്പ് ടു 2 pumps. ട്രസ്റ്റ് മീ, യു ഡു നോട്ട് നീഡ് മോർ ദൻ ദാറ്റ്. ഇനി ഈ പ്രോഡക്റ്റ് കുറച്ച് നമ്മളെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം മസാജ് ഇറ്റ് ഇൻ ടു യുവർ സ്കിൻ റിയലി വെൽ. എന്നിട്ട് നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ്ലി മെൽ ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വാട്ടർ വെച്ച് ഇതൊന്ന് എമൽസിഫൈ ചെയ്യാം. ഇനി അതെന്താണ് എക്സാക്ട്ലി അറിയാത്ത ആൾക്കാർക്ക് ഞാൻ അതും പറഞ്ഞുതരാം. സോ ബേസിക്കലി കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളിപ്പം മെൽറ്റ് ചെയ്ത മേക്കപ്പ് ഇല്ലേ, അതൊന്നും കൂടി നമ്മളെ വാട്ടറും കൂടി ഇതിൻ്റെ മേലെ ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി മസാജ് ചെയ്യുക. ജസ്റ്റ് കീപ് ഡൂയിങ് ഇറ്റ് ഫോർ എ ഗുഡ് 5 minutes. എന്നിട്ട് നിങ്ങളിത് വാഷ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് സിമ്പിളിൻ്റെ റിഫ്രഷിങ് ജെൽ ഫേസ് വാഷ് ആണ്. എന്നിട്ട് അത് വെച്ച് വാഷ് ചെയ്തിട്ട് then that's it. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി ടു ഡു. ഇനി പലർക്കും ഇതിനെപ്പറ്റി അറിയേണ്ട ഒരു കാര്യമാണ് ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് സൂട്ട് ആവുക, ഇത് ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. സോ യെസ്, ദിസ് ഈസ് ആക്നെ സേഫ്. അതുകൊണ്ട് തന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് കണ്ണും കൂട്ടി വാങ്ങി വിശ്വസിച്ച് യൂസ് ചെയ്യാം. അതുമാത്രമല്ല ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ സൂട്ട് ആവുന്ന ഒന്നാണ്. പിന്നെ ഇതിനെപ്പറ്റി എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. യെസ്, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടായി ട്രൈഡ് ദിസ്. സോ ബേസിക്കലി ഇത് നമ്മളെ സ്കിന്നിൽ ഒരു 10 minutes നല്ലോണം മസാജ് ചെയ്താൽ യു ക്യാൻ ആക്ച്വലി സീ യുവർ ബ്ലാക്ക് ഹെഡ്സ് ഓർ വൈറ്റ് ഹെഡ്സ് കമ്മിങ് ഓഫ്. ബട്ട് നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് ഭയങ്കര എന്താ പറയുക, ഇഫ് ഇറ്റ്സ് ടു സ്റ്റബേൺ ദെൻ ഒബ്വിയസ്ലി അത് വരില്ല. ബട്ട് അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു റിമൂവ് ഇറ്റ് ഓഫ് വിത്ത് ദിസ് ക്ലെൻസർ. ഫൈനലി എനിക്ക് പറയേണ്ടത് ഇതിൻ്റെ പ്രൈസ് പോയിന്റിനെ പറ്റിയിട്ടാണ്. ഐ നോ ഇറ്റ് ഈസ് എ ലിറ്റിൽ എക്സ്പെൻസീവ് ബട്ട് കം ഓൺ, ഇതൊരു കൊറിയൻ പ്രോഡക്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൊറിയൻ പ്രോഡക്ട്സ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയും പ്രൈസി ആണെന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. സോ അതൊരു കാര്യമാണ്. ലൈക്ക് ഞാൻ വേറെ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തൊരു ക്ലെൻസിങ് ബാം ആണ്. ആൻഡ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് സോ ഗുഡ് ആൻഡ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇറ്റ് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. എനിക്ക് ഡ്രൈ ആക്നെ പ്രോൺ സ്കിൻ ആണ്. അതുകൊണ്ട് തന്നെ ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ. എങ്ങാനിത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്കെങ്ങാനിത് സൂട്ട് ആയിട്ടില്ലെങ്കിൽ പണി പാളൂല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ എം സോ ഗ്ലാഡ് ഐ ഗിവ് ദിസ് എ ഷോട്ട്. So yes, ഇത്രയേ ഉള്ളൂ my review on the Anua cleansing oil. Now ഇത് കൂടാണ്ട് if you guys want to know anything more about this product, please feel free to ask me in the comment section below. ഇനി അതല്ല ഞാൻ വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യവും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ let me know your suggestions and stuff in the comments section. So yes, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. I hope you guys had fun watching this. I know ചെറിയ വീഡിയോ ആയിരുന്നു, but I really hope this was helpful. വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and please subscribe to my channel. That would mean the world to me. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശിസ്.